അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ പാപികളായിട്ടാണ് ജനിക്കുന്നതാണ് പൗലോസിൻ്റെ സിദ്ധാന്തം. യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ മനസ്സില്ലാതെ ആരും സ്വർഗ്ഗത്തിൽ പോകില്ല എന്നാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ ശിശുക്കളെപ്പോലെ ആകുന്നത് വരെ നിങ്ങളാരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് യേശു പറയണത്. യേശു പറഞ്ഞതായിട്ട് പുതിയ നിയമത്തിലുള്ളത്. യേശു പറഞ്ഞില്ല എന്നല്ല പറയുന്നത്, പുതിയ നിയമത്തിലുള്ളത്. പുതിയ നിയമത്തിൽ എവിടെയും യേശു ഇത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അങ്ങനെ യേശുവിൻ്റെ അടുത്ത് ആരും കേട്ടിട്ടില്ല. ഒരു തിയോളജിൻ്റെ ഏറ്റവും സെൻട്രലായൊരു കാര്യം, വിശദാംശമല്ല, അത് യേശു ഒരിക്കലും പറയാതിരിക്കുക. അതേസമയം പൗലോസിൻ്റെ എഴുത്തുകളിൽ അടിമുടി ഇത് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ടൊരു വിച്ഛേദമാണ്, ഒരു ബ്രേക്കാണ്. അതായത് ജീസസിൻ്റെ പ്രബോധനത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി, പോളയൻ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കാണ് ശരിക്കും ഈ ആദിപാപം എന്ന് പറയുന്നത്. അവിടെ ഇസ്ലാം കൃത്യമായി വിയോജിക്കുന്നു. കാരണം പ്രവാചകന്മാരൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല. മോശയെ പഠിപ്പിച്ചിട്ടില്ല, യേശു പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മളാരും പാപികളായിട്ടല്ല ജനിക്കുന്നത്. നമ്മൾക്ക് കർമ്മപാപമാണുള്ളത്, ജന്മപാപമല്ല. നമ്മൾ മുതിർന്നു വരുമ്പോൾ പ്രായപൂർത്തിയായ ശേഷം വളരെ കോൺഷ്യസ് ആയി പടച്ചോൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മളെ അക്കൗണ്ടിൽ പാപം വരുന്നുള്ളൂ. ഇതെന്താ വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പാപം വരുന്നുണ്ടെന്നാണ്.